بسم الله الرحمن الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരന്മാരെ, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിന്റെ അധ്യായങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇന്ന് ബാബു മിനശ്ശിർകി ലുബ്സുൽ ഹലഖതി വൽ ഖൈതി വനഹ്വിഹിമാ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി എന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത്. ഈ അധ്യായം തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉണർത്തലുകളാണ് ഉൾക്കൊള്ളുന്നത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയും പിന്നീട് തൗഹീദിന് വിരുദ്ധമായ വിഷയങ്ങൾ വിവരിക്കുകയുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. ഒരു സംഗതി മനസ്സിലാക്കുവാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ആ സംഗതിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മറ്റൊന്ന്, അതിൻ്റെ എതിര് മനസ്സിലാക്കുക. അപ്പൊ തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക, തൗഹീദ് മനസ്സിലാക്കുവാൻ. പിന്നീട് തൗഹീദിന് വിരുദ്ധമായ സംഗതികൾ ഉണ്ടാവും, അതും മനസ്സിലാക്കുക. അപ്പോഴും തൗഹീദ് മനസ്സിലാക്കുക. വബിദിദ്ദിഹി തതമയ്യസുൽ അഷ്യാഉ വസ്തുക്കൾ
അതിൻ്റെ എതിര് ആയ സംഗതികൾ പറയുമ്പോഴാണ് വ്യതിരിക്തമാകുക എന്ന് പറയാറുണ്ട്. അപ്പൊ തൗഹീദിനെ മനസ്സിലാക്കുവാൻ തൗഹീദിന് വിരുദ്ധമായ സംഗതികൾ എന്ത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തൗഹീദിന് വിരുദ്ധമായ സംഗതികളെ എണ്ണുന്നത്. ബാബു മിന ശിർക്ക്, ശിർക്കിൽപ്പെട്ടതാണ് ലുബ്സുൽ ഹലഖതി, വളയങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ വളയം ധരിക്കുക, വൽ ഖൈത്, നൂല് ധരിക്കുക, വനഹവിഹിമ, അവ രണ്ടും പോലോത്തതും, നൂല് വളയം പോലോത്തതും ധരിക്കുക എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ശിർക്ക് എന്നല്ല, പിന്നെ അത് ശിർക്കിൽപ്പെട്ടതാണ്. മീൻ തബഈദിയ്യാണ്. എന്തിനാണ് വളയം അതേപോലെ നൂല് പോലോത്തതൊക്കെ ധരിക്കുന്നത്? ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി, ബലാ ഉയർത്തുന്നതിനും അല്ലെങ്കിൽ ബലാ ചെറുക്കുന്നതിനും വേണ്ടിയാണ്. ബലാ എന്ന് പറഞ്ഞാൽ നീരസകരമായി മനുഷ്യർക്ക് ബാധിക്കുന്നതെല്ലാം ബലാഅാണ്. അത് രോഗമാകാം, അസൂയയാകാം, ദാരിദ്ര്യമാകാം, തുടങ്ങി എന്ത് തന്നെ അനിഷ്ടകരമായി മനുഷ്യർക്ക് കേൾക്കുന്നു അതെല്ലാം ബലാഅാണ്. ഇങ്ങനെയുള്ള ബലാ റഫ്അ ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റത് ബാധിച്ചത് പോകുവാൻ, ഔ ദഫ്ഇഹി, അല്ലെങ്കിൽ ബാധിക്കുന്നതിനെ ചെറുക്കുവാൻ, ബാധിച്ചിട്ടില്ല പക്ഷെ ബാധിക്കുമോ എന്ന പേടി, അത് ചെറുക്കുവാൻ. അപ്പോ ബാധ ഉയർത്തുവാനും ബാധ ചെറുക്കുവാനും നൂല് ബന്ധിക്കുക, വളയങ്ങൾ ബന്ധിക്കുക, അല്ലെങ്കിൽ അവ പോലുള്ളത് ധരിക്കുക, ഇതെല്ലാം ശിർക്കിൽപ്പെട്ടതാണ് എന്നത് പ്രതിപാദിക്കുന്ന അധ്യായം. അതാണ് ബാബു മിന ശിർക്കി ലുബ്സുൽ ഹലഖതി വൽ ഖൈതി വനഹ്വിഹിമ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി. ഈ വിഷയം സ്ഥിരീകരിക്കുന്നതിന് ഒരായത്തും ഏതാനും അസറുകളുമാണ് ഈ അധ്യായത്തിൽ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്ത്, വഖൗലുല്ലാഹി തആല ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. പിന്നീട് ഹദീസുകൾ അസറുകളാണ്. عن عمران ابن حسين رضي الله عنهما ഇവിടെ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ന് നൽകിയിട്ടുള്ളൂ. റളിയല്ലാഹു അൻഹുമ എന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല, കാരണം ഹുസൈൻ അൽ ഖുസാഇ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മകൻ ഇമ്രാനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹുസൈൻ അൽ ഖുസാഇ, അയാളുടെ വാപ്പാന്റെ പേര് ഇമ്രാനാണ്, ഹുസൈൻ ഇബ്നു ഇമ്രാൻ, മകന്റെ പേരും ഇമ്രാനാണ്. عن عمران بن حسين رضي الله عنه أن النبي صلى الله عليه وسلم رأى رجلا في يده حلقة من صفر فقال ما هذه؟ قال من الواهنة. فقال انزعها فإنها لا تزيدك إلا وهنا فإنك لو مت وهي عليك ما أفلحت أبدا. رواه أحمد بسند لا بأس به. وله عن عقبة ابن عامر رضي الله عنه مرفوعا من تعلق تميمة فلا أتم الله له ومن تعلق ودعة فلا ودع الله له. وفي رواية من تعلق تميمة فقد أشرك. ولابن أبي حاتم عن حذيفة أنه رأى رجلا في يده خيط من الحمى فقطعه وتلا قوله وما يؤمن أكثرهم بالله إلا وهم مشركون. ഇതാണ് ഈ അധ്യായത്തിൽ പ്രമാണ വചനങ്ങൾ.
ഒന്നാമത്തെ ആയത്ത് ഖൗലുല്ലാഹി തആല ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യുന്നതായ വസ്തുക്കളെ അല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിനെ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുക. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, ഇൻ അറാദനി അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ചുവെങ്കിൽ ബിദുർരിൻ വല്ല ദുർറും, ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ദുആ ഇരക്കുന്ന വസ്തുക്കൾ അള്ളാഹു ഏൽപ്പിക്കാനിരിക്കുന്ന ഉപദ്രവത്തെ നീക്കുന്നവയാണോ? അപ്പോൾ ശേഖ് ഈ ആയത്ത് കൊടുത്തത് എന്തിനാ? ആളുകൾ വളയങ്ങൾ ബന്ധിക്കുന്നതും നൂല് കെട്ടുന്നതും പരീക്ഷണങ്ങൾ ഉയർത്തുവാനും അതേപോലെ തന്നെ ബലായിനെ ചെറുക്കുവാനും. അപ്പൊ ഇത്തരം നൂല് കെട്ടുന്നവർ രക്ഷാ മോചനം എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റു വളകളായോ മറ്റൊക്കെ ധരിക്കുന്ന ഈ വസ്തുക്കൾ ഉപദ്രവങ്ങൾ ചെറുക്കും, അതേപോലെ തന്നെ പരീക്ഷണങ്ങളെ ഉയർത്തും എന്ന വിശ്വാസത്തിലാണ് ഇത് ബന്ധിക്കുന്നത്. അവക്കതിന് കഴിവുണ്ട്, അവ അത് ചെയ്യുമെന്ന ഉദ്ദേശത്തിൽ. അപ്പോ അത്തരം വസ്തുവകകൾ അള്ളാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവയെ പോക്കുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം അത് പോക്കൂല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന, അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ഗുണം പ്രതീക്ഷിക്കുക, ഉപദ്രവം തടുക്കുമെന്ന് വിശ്വസിക്കുക, ഹൃദയം ആ നിലക്ക് അവയിൽ ബന്ധപ്പെടുക. അങ്ങനെയുള്ള വസ്തുക്കളാകട്ടെ വ്യക്തികളാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുരിതം ഉദ്ദേശിച്ചാൽ, ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ അത് നീക്കുമോ എന്ന് ചോദിക്കണം. ഇവിടെ ഈ ആയത്തിന് അതിന്റെ തുടക്കം വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, വലഇൻ സഅൽതഹും അവരോട് ചോദിച്ചാൽ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ലയഖൂലുൻ, അവർ പറയും അല്ലാഹു ആണ്. ഖുൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ അല്ലാഹ് എന്ന് പറയുമ്പോൾ അവരോട് പറയാണ്, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവാണ് ഖാലിഖ്, വാനങ്ങളുടെയും ഭൂമിയുടെയും ഖാലിഖ് അല്ലാഹുവാണ് എന്ന് സമ്മതിക്കുന്ന നിങ്ങൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് നിങ്ങളുടെ ദുആയും വിളിയുമായി തിരിയുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അല്ലാഹു എനിക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ അത് അവകൾ നീക്കുമോ? അപ്പോ ഈ ആയത്തിന്റെ തേട്ടം ദുരിതങ്ങൾ നീക്കുന്നതും ഉയർത്തുന്നതും ചെറുക്കുന്നതും അല്ലാഹു മാത്രമാണ്. വളയങ്ങൾ ബന്ധിച്ചു, നൂല് കെട്ടി എന്നതിന്റെ പേരിൽ അവകളൊന്നും ഒരു ഉപദ്രവവും നീക്കുകയില്ല. അതാണ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഇവിടെ തുടക്കത്തിൽ നൽകിയതിന്റെ ഉദ്ദേശം. അഥവാ ഇത്തരം നൂലുകൾ, വളയങ്ങൾ, ഇതൊന്നും ഉപദ്രവം ഒരിക്കലും നീക്കൂല, അവകൾ നീക്കൂല, ഉപദ്രവം നീക്കാൻ ശറഅ് അതിനെ കാരണാക്കിയിട്ടില്ല. അപ്പോ ഇവിടെ കാര്യകാരണങ്ങളുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമുണ്ട്. അതെന്താ? മനുഷ്യർ തേടുന്ന, മനുഷ്യർ അന്വേഷിക്കുന്ന കാരണങ്ങൾ
ഉപദ്രവം നീങ്ങാൻ, ഉപകാരം കിട്ടാൻ, ഗുണം ലഭിക്കുവാൻ മനുഷ്യർ അന്വേഷിക്കുന്ന കാരണങ്ങൾ അത് ശർഈയായി നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളായിരിക്കണം. ശർഈയായി നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളെ കുറിച്ച് തന്നെ വിശ്വസിക്കുമ്പോൾ ശർഈയായി നിശ്ചയിക്കപ്പെട്ട കാരണമായിരിക്കണം ഒന്ന്. ആ കാരണങ്ങൾ ഒരിക്കലും തനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉപകാരം ലഭിക്കുന്നു എന്നുള്ളത്, തനിക്ക് ഉപകാരം നൽകുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പാടില്ല. പിന്നെയോ ആ കാരണങ്ങളെ നിശ്ചയിച്ച് അള്ളാഹു ആകുന്നു തനിക്ക് ഗുണം നൽകുന്നത് എന്ന് വിശ്വസിക്കണം. പിന്നെ ഈ കാരണങ്ങളെ അവലംബിക്കാൻ പാടുള്ളതല്ല. ഇൻഷാ അല്ലാഹ് അത് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നൂല്, വളയം പോലുള്ള അവയുടെ വിഷയത്തിൽ അവയൊരിക്കലും ഉപദ്രവം നീക്കൂല. ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി, ഉപദ്രവം നീക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവ ഉപദ്രവം നീക്കാൻ ശർഅ് നിശ്ചയിച്ച കാരണങ്ങളല്ല. നൂലുകൾ, വളകൾ, ഇത്തരം വളകൾ, അതേപോലെ തന്നെ വളയങ്ങൾ, ഇതൊക്കെ ശർഅ് നിശ്ചയിക്കാത്ത കാരണങ്ങളായതുകൊണ്ട് തന്നെ അത്തരം കാരണങ്ങളുമായിട്ട് ഹൃദയം ബന്ധപ്പെടുക എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്ത സംഗതിയാണ്. ഒരാൾ ഇത്തരം നൂലുകൾ, അതേപോലെ തന്നെ വളയങ്ങൾ, അവകൾ ഉപകാരം ചെയ്യും, അവ ഉപദ്രവം തടുക്കും എന്ന വിശ്വാസത്തിലാണ് അവൻ ബന്ധിക്കുന്നത് എങ്കിൽ അത് വലിയ ശിർക്കാണ്, ശിർക്കുൻ അക്ബറാണ്. എന്നാൽ വല്ലവരും ശർഅ് നിശ്ചയിക്കാത്ത കാരണങ്ങളെ അവ ഉപദ്രവം ഉണ്ടാക്കുമെന്നോ ഉപദ്രവം നീക്കുമെന്നോ ഗുണം നൽകുമെന്നോ വിശ്വാസമില്ലാതെ അവയെ അവലംബിക്കുന്നത്, അവയിൽ ഹൃദയം ബന്ധപ്പെടുത്തുന്നതിനെ പണ്ഡിതന്മാർ അത് ചെറിയ ശിർക്കാണ്, വലിയ ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന നിലക്കാണ് വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടായാൽ അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ്, കുറ്റകരവുമാണ്. ഏലസ് കെട്ടുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നൂല് ബന്ധിക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ വളയങ്ങൾ, ഇത്തരം വളയങ്ങൾ ചാർത്തുന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ അത് ചെറിയ ശിർക്കാണ് എന്ന് പറഞ്ഞു. അത് ഏത് നിലക്കാണ്? ശർഅ് നിശ്ചയിച്ചിട്ടില്ലാത്ത സബബാണ്, കാരണമാണ് ഇത്തരം വസ്തുക്കൾ. അവ ഉപദ്രവം ചെയ്യുമെന്നോ ഉപകാരം തടുക്കുമെന്നോ എന്ന് ആളുകൾ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ ശർഅ് നിശ്ചയിക്കാത്ത ഒരു കാരണത്തെ അവലംബിക്കുന്നതിനാൽ അത് ചെറിയ ശിർക്കാണ്. എന്നാൽ അവ ഉപദ്രവം നീക്കുമെന്നോ ഉപകാരം തരുമെന്ന വിശ്വാസത്തിൽ ആ നിലയ്ക്ക് ഹൃദയം ബന്ധപ്പെടുത്തിയാണ് അവയെ സമീപിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അതിനോട് ആ നിലക്കാണ് ഹൃദയത്തെ ബന്ധിപ്പിക്കുന്നത് എങ്കിൽ അത് വലിയ ശിർക്കാണ്, അത് കടുത്ത അപരാധം. ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം വളയങ്ങൾ, നൂലുകൾ, ഇതൊന്നും മനുഷ്യന്മാരുടെ ഉപദ്രവങ്ങൾ പോക്കുന്നവയല്ല എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ് ഈ ആയത്ത് തുടക്കത്തിൽ കൊണ്ടുവന്നത്. ആ നിലക്ക് അത് ഇവയോട് ബന്ധപ്പെടുന്നത് ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധവും. പിന്നീട് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് അതിന്റെ സിഹത്തുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഹദീസിന്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം ആ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയെ കണ്ടു, ഒരാളെ കണ്ടു. ഫി യദിഹി, അയാളുടെ കയ്യിലുണ്ട് ഹലഖത്തുൻ മിൻ സുഫർ, പിച്ചളയുടെ ഒരു വളയം. ഫഖാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹി, ഇതെന്താണ്? ഖാല, ആ വ്യക്തി പറഞ്ഞു, മിനൽ വാഹിന, അത് വാഹിനയിൽ നിന്ന് തളർച്ച, ക്ഷീണം, ഒരുതരം രോഗം, അതാണ് വാഹിന, രക്ഷക്കായി കെട്ടിയതാണ്.
ഫഖാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻസഅഹ, നീ അത് ഊരുക. ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഗ്ന, അത് നിനക്ക് വഗ്ന മാത്രമാണ് അധികരിപ്പിക്കുക. ഫഇന്നഹാ, കാരണം ആ വളയം, ലാ തസീദുക, അത് നിനക്ക് അധികരിപ്പിക്കുകയില്ല, ഇല്ലാ വഗ്ന, വഗ്നല്ലാതെ. വഗ്ന എന്ന് പറഞ്ഞാൽ വാഹനത്ത് എന്ന രോഗം, അല്ലെങ്കിൽ ആ തളർച്ച, ക്ഷീണം. മാത്രമല്ല ഫഇന്നക ലൗ മിത് വഹിയ അലൈക, നിന്റെ മേൽ ആ വളയം ഉണ്ടായിരിക്കെ നീ മരണപ്പെട്ടാൽ, മാ അഫ്ലഹ്ത അബദ, നീ ഒരിക്കലും വിജയിക്കുകയില്ല. അല്ലാഹു കാക്കട്ടെ. അതാണ് ഹദീസിന്റെ അർത്ഥം. ഈ ഹദീസ് ഇമാം ഹാക്കിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇമാം ദഹബിയും ഇത് സഹീഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ഇത് സഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഹദീസ് പണ്ഡിതന്മാർ ഇത് ദഈഫായ ഹദീസാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് സഹീഹ് ആണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് ബലമാകുന്ന രീതിയിൽ മറ്റു ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇതിനെ ബലപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു പിച്ചളയുടെ മോതിരം കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദൽ ഖാതം, ഈ മോതിരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അത് വാഹിനയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിയതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഊരിയെറിയാൻ പറഞ്ഞു. അപ്പൊ ഇമാം തബറാനിയുടെ റിവായത്ത് ഈ റിവായത്തിനെ ബലപ്പെടുത്തുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അത് തെളിവെടുക്കാവുന്ന ഹദീസാണ് എന്ന് ഇത്തരം റിവായത്തുകൾ കൊണ്ട് പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്. ഏതായാലും ഹദീസ് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അറിയിക്കുന്നത്. ആളുകൾ ദുരിതം നീങ്ങാൻ, പ്രയാസം പോകാൻ, രോഗം മാറാൻ വളയങ്ങൾ ധരിക്കുക, അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള മോതിരങ്ങൾ ധരിക്കുക തുടങ്ങിയതായ വിഷയം അതൊരിക്കലും ഗുണമല്ല ഏകുക, പ്രത്യുത അത് ഉപദ്രവമാണ് ഏറ്റുക. ഏതൊരു സംഗതിക്ക് വേണ്ടിയാണോ, ഏതൊരു രോഗം നീങ്ങാൻ, ഏതൊരു പ്രയാസം പോകാൻ, ക്ഷീണം മാറാനാണ് ഇത് ധരിക്കുന്നത്, ഇവകൾ ആ ക്ഷീണം, രോഗം അത് അധികരിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. മാത്രമല്ല അവ ശരീരത്തിലുണ്ടായിരിക്കെ മരിച്ചാൽ ഒരിക്കലും ആ മനുഷ്യന്മാർ വിജയം വരിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അപ്പോൾ ഈ ഹദീസ് ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു രേഖയാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ അത് ഇവിടെ കൊണ്ടുവരികയുണ്ടായി. അടുത്ത ഹദീസ് വലഹു അൻ ഉഖബത ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. വലഹു എന്ന് പറഞ്ഞാൽ വലി അഹ്മദ്, അതായത് മുമ്പത്തെ ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തതാണ്. റവാഹു അഹ്മദ് ബിസനദിൻ ലാ ബഅസ ബിഹി. ലാ ബഅസ ബിഹി എന്നുള്ള ഹുക്മ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹുക്മാണ്. അതായത് തെളിവെടുക്കാവുന്ന ഹദീസ് എന്ന അർത്ഥത്തിലാണ് ഈ ഹദീസിനെ അദ്ദേഹം കണ്ടിട്ടുള്ളത്. വലഹു ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ട് ആരിൽ നിന്ന് അൻ ഉഖബത ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂഅൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് റഫ് ചെയ്തിട്ടാണ് അദ്ദേഹം ഉഖബ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മൻ തഅല്ലക തമീമതൻ ഫലാ അതമല്ലാഹു ലഹു വമൻ തഅല്ലക വദഅതൻ ഫലാ വദഅല്ലാഹു ലഹു. മൻ തഅല്ലക തമീമതൻ, വല്ലവരും തമീമത്ത് ബന്ധിച്ചാൽ, തമീമത്ത് എന്ന് പറഞ്ഞാൽ ഏലസ്. അടുത്ത കിതാബ് തൗഹീദിന്റെ അധ്യായത്തിൽ തമീമത്ത്, വദഅത്ത് തുടങ്ങിയതിന്റെ വിശദ ഭാഗങ്ങൾ വരും. തമീമത്ത് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ
ഏലസ്, അതായത് തമീമത്ത് എന്നുള്ളത് തമ്മ അതമ്മ എന്നുള്ള ക്രിയയിൽ നിന്നാണ്. ആഗ്രഹ സഫലീകരണത്തിനും ഉദ്ദേശലബ്ധിക്കും മുറാദ് പൂർത്തീകരിക്കുവാനും കെട്ടുന്നത് എന്താണ്? അതാണ് തമീമത്ത്. അങ്ങനെ തമീമത്ത് വല്ലവരും ബന്ധിച്ചാൽ, തഅല്ലഖ എന്നുള്ളത് അതായത് ഒരാൾ ശരീരത്തിൽ ബന്ധിക്കുകയും ഹൃദയം അതിനെ ബന്ധിക്കുകയും ചെയ്യാം. ഹൃദയം ബന്ധിക്കുകയും ചെയ്യാം. ഏലസ് ശരീരത്തിൽ ബന്ധിക്കും. ആ ബന്ധിച്ച വ്യക്തിയുടെ ഹൃദയവും ഏലസിൽ ബന്ധപ്പെട്ട് കിടക്കും. കാരണം എന്താ? ആ കണ്ണേറ് തട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ പിന്നെ രോഗം മാറാൻ, ദുരിതം പോകാൻ, ഇതിനൊക്കെയാണ് ഏലസ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മൻ തഅല്ലഖ തമീമത്തൻ, വല്ലവരും തമീമത്തിനെ ബന്ധിച്ചാൽ ഫലാ അതമ്മല്ലാഹു ലഹു, അവൻ അല്ലാഹു പൂർത്തീകരിച്ച് നൽകാതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരക്കാണ്. ഏലസ് കെട്ടിയവർക്ക് എന്ത് കാര്യം പൂർത്തീകരിക്കാനാണ് അവർ കെട്ടിയത്, അതവർക്ക് അല്ലാഹു പൂർത്തീകരിച്ച് നൽകാതിരിക്കട്ടെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. വമൻ തഅല്ലഖ വദഅതൻ, വല്ലവരും വദഅത്തിനെ ബന്ധിച്ചാൽ ഫലാ വദഅ അല്ലാഹു ലഹു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്തി അല്ലെങ്കിൽ രക്ഷ നൽകാതിരിക്കട്ടെ. വദഅത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ തമീമത്ത് പോലെ തന്നെയുള്ള ഒരു ക്ഷുദ്ര വസ്തുവാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം വരും. അതായത് പിന്നെ ദുരിതം പോകാൻ, പ്രയാസം നീങ്ങാൻ ഒക്കെ കെട്ടുന്നതായ രക്ഷക്കാണ് അത് പറയാം. അങ്ങനെ കിട്ടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകാതിരിക്കട്ടെ, മോക്ഷം നൽകാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഇത് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഈ ഹദീസിനെ തെളിവെടുക്കാവുന്ന ഹദീസായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട്, അതാണ് ഷെയ്ഖ് തുടർന്ന് നൽകുന്നത്. വഫി റിവായത്തിൽ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, മൻ തഅല്ലഖ തമീമത്തൻ, വല്ലവരും തമീമത്തിനെ ബന്ധിച്ചാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. തമീമത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹ പൂർത്തീകരണത്തിന്, ഉദ്ദേശലബ്ധിക്ക് മനുഷ്യന്മാർ കെട്ടുന്ന ഏലസ് അല്ലെങ്കിൽ ബന്ധിക്കുന്ന എന്താണോ അത് ബന്ധിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ശിർക്കാണ്. ഈ റിവായത്തും ഇമാം അഹ്മദിന്റെ മുസ്നദിലാണുള്ളത്. ഈ റിവായത്ത് സഹിഹാണ്. ഇനി തുടർന്ന് നൽകുന്നത് വലിബ്നി അബീ ഹാതിമിൻ, ഇമാം ഇബ്നു അബീ ഹാതിമിനുണ്ട് അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അതായത് ഇബ്നു അബീ ഹാതിമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹുദൈഫയിൽ നിന്ന്. അന്നഹു റഅ റജുലൻ, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തിയെ കണ്ടു. ഫീ യദിഹി, ആ വ്യക്തിയുടെ കയ്യിലുണ്ട് ഖൈത്തുൻ, ഒരു നൂല്, മിനൽ ഹുമ്മ, പനി നിമിത്തം കെട്ടിയതാണ്. അപ്പൊ പനി ബാധിച്ചപ്പോൾ കെട്ടിയ ഒരു നൂല് ഒരു വ്യക്തിയുടെ കയ്യിൽ ഹുദൈഫ കണ്ടു റളിയല്ലാഹു തആല. ഫഖതഅഹു, അപ്പൊ ഹുദൈഫ റളിയല്ലാഹു തആല ആ നൂല് മുറിച്ചു. വതല ഖൗലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് ഓതുകയും ചെയ്തു. എന്താ ആയത്ത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ അഥവാ ആളുകളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നില്ല, ബില്ല അല്ലാഹുവിൽ, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. അപ്പൊ ആളുകളിൽ അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവർ അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ് എന്ന അർത്ഥം വരുന്ന ആയത്ത് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഓതുകയും ഉണ്ടായി എന്ന്. ഒരു വ്യക്തി പനിച്ച് കിടക്കണം. അപ്പൊ അദ്ദേഹം ആ വ്യക്തി ഒരു നൂല് കെട്ടിയിരിക്കും. പനി സുഖപ്പെടാനായിരിക്കും, അതിന് രക്ഷക്കായിരിക്കും. പക്ഷെ ഹുദൈഫ അത് മുറിച്ചു മാറ്റി. എന്നിട്ട് ആളുകൾ അധികവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവരിൽ ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ് എന്നുള്ള ആയത്ത് ഓതുകയും ഉണ്ടായി. അപ്പൊ ഹുദൈഫ രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടല്ലോ. ആ കാണപ്പെട്ട വ്യക്തി മുസ്ലിമായ വ്യക്തിയാണ്. ഹുദൈഫ റളിയല്ലാഹു രോഗ സന്ദർശനം നടത്തിയ വ്യക്തി മുസ്ലിമായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിയത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ് എന്നുള്ള ആയത്ത് ഓതിയത്. അപ്പൊ മുസ്ലിമീങ്ങളായ ആളുകളിൽ ഇത്തരം ശിർക്കിന്റെ പ്രവൃത്തികൾ കാണപ്പെടുക എന്നുള്ളത് ഗൗരവമാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിയിട്ട് അതിനെ ചികിത്സിക്കേണ്ടായത്.
അത് അർത്ഥം മാറ്റുന്നതോടൊപ്പം ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഒരു വിഷയം തിന്മ വിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അപ്പം മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾ ഒരാളൊരു തിന്മ കണ്ടാൽ കൈകൊണ്ടത് വിരോധിക്കണം എന്ന് പറഞ്ഞു. അവിടെ ആദ്യം കൈകൊണ്ട് വിരോധിക്കാതാണ്. ഫൈലം യസ്തതി ഫബിലിസാനി, അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ കയ്യിൽ ഒരു വളയം കണ്ടു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് കൊണ്ടാണ് അതിനെ എതിർത്തത്, കൈകൊണ്ട് അത് മുറിച്ചു മാറ്റിയില്ല. എന്നാൽ ഇവിടെ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു കൈകൊണ്ട് അറുത്ത് മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനം, തിന്മ വിരോധിക്കുമ്പോൾ ആരെ തൊട്ടാണോ അത് വിരോധിക്കുന്നത് ആ വ്യക്തി സംസാരം കേട്ട് തന്നെ നന്നാവുമെങ്കിൽ, തിന്മ ഒഴിവാക്കുമെങ്കിൽ അയാളോട് സംസാരിച്ചാൽ മതി. എന്നാൽ ഏതൊരു വ്യക്തിയാണോ സംസാരം കൊണ്ട് തൻ്റെ കയ്യിലുള്ള തിന്മ ഒഴിവാക്കാത്തത്, അത്തരം വ്യക്തികളുടെ നേരെ കൈപ്രയോഗം തന്നെ നടത്തണം, സാഹചര്യത്തിന്റെ തേട്ടമനുസരിച്ച് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് അത് അനുബന്ധമായിട്ട് ഞാൻ ഉണർത്തിയെന്ന് മാത്രം. ഇബ്നു അബി ഹാത്തിം ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായി ഈ അസർ, ഇത് പല പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ദുർബലമാണ് എന്ന് പറഞ്ഞു, ഇത് ദഈഫായിട്ടുള്ള അസറാണ് എന്ന് പറഞ്ഞു. എന്നാൽ പ്രാമാണികരായ പല പണ്ഡിതന്മാരും ഈ അസർ കൊണ്ട് തെളിവെടുക്കാവുന്നതാണ്, ഇത് തെളിവെടുക്കാൻ യോഗ്യമായ അസറാണ് എന്നതിന് ചില കാരണങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താ? നമ്മൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹുദൈഫയിൽ നിന്നുള്ളതായി അസറിന്റെ വിഷയത്തിലും മറ്റു ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഹുദൈഫയിൽ നിന്നുള്ള അസർ ദഈഫാണെന്ന് പറയാൻ കാരണം, ഹുദൈഫയിൽ നിന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. ഹുദൈഫയിൽ നിന്ന് ഉർവ കേട്ടിട്ടില്ല. അപ്പോൾ ഈ അസറിൽ എന്തുണ്ട്? അതിന്റെ സനദിൽ ഇൻഖിതാഉണ്ട്. അതുകൊണ്ടാണ് ദഈഫാണെന്ന് പറയുന്നത്. ഹുദൈഫയിൽ നിന്ന് ഉർവ നേരിട്ട് കേട്ടിട്ടില്ല എന്നതിനാൽ കണ്ണി മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ദഈഫ എന്ന് പറയുന്നത്. പക്ഷേ ആ ദുർബലതയെ പരിഹരിക്കുന്ന ചില റിവായത്തുകൾ ഈ സംഭവത്തിൽ വേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവം കൊണ്ട് തെളിവ് പിടിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ശരിയായ നിലപാട്. അതെന്താ? അബൂ ദുബയ്യാൻ എന്ന് പറയുന്ന ഹുസൈൻ ഇബ്നു ജുന്ദുബ് എന്ന വ്യക്തി ഹുദൈഫയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദഖല ഹുദൈഫത്തു അലാ റജുലിൻ മിൻ അബസ് യഊദുഹു, ബനു അബസ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ രോഗസന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ചെന്നു. ആ രോഗിയുടെ അടുക്കലേക്ക് ഹുദൈഫ ചെന്നു. അങ്ങനെ ഫമസ്സ അബുദഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു അയാളുടെ കൈയിന്റെ ഈ അബൂദിനുണ്ടല്ലോ, പിന്നെ കൈയിന്റെ തണ്ടം കൈ ഹുദൈഫ റളിയല്ലാഹു തആല ഇങ്ങനെ പിടിച്ചു. ഫൈദാ ഫീഹി ഖൈതുൻ, അപ്പൊ അവിടെ നൂല് കെട്ടിയിട്ടുണ്ട്. ഖാല, ഹുദൈഫ ചോദിച്ചു, മാ ഹാദ, ഇതെന്താണ്? അപ്പൊ ഷൈഅൻ റുഖിയ ലി ഫീഹി, എനിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ട നൂലാണ് എന്ന് പറഞ്ഞു. ആ രോഗി പറഞ്ഞ്, അബസ് ഗോത്രക്കാരനായ രോഗി പറഞ്ഞ്, ഇത് എനിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ടതായ നൂലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഫഖതഅഹു, ഹുദൈഫ റളിയല്ലാഹു തആല നൂല് മുറിക്കുകയും വഖാൽ, എന്നിട്ട് ഹുദൈഫ പറഞ്ഞു, ലൗ മിത്ത വഹുവ അലൈക, ഈ നൂല് നിന്റെ കൈത്തണ്ടയിൽ ഉണ്ടായിരിക്കുന്ന നീ മരിച്ചാൽ മാ സല്ലൈതു അലൈക, നിനക്ക് ഞാൻ ജനാസ നമസ്കരിക്കുമായിരുന്നില്ല. ഇത് ഹുദൈഫ റളിയല്ലാഹു തആല അയാളോട് പറഞ്ഞത്. ഇത് ഇമാം അബൂബക്കർ അൽ ഖല്ലാൽ അദ്ദേഹത്തിന്റെ അസുന്നയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അബൂ ദുബയ്യാൻ ഹുസൈൻ ഇബ്നു ജുന്ദുബിൽ നിന്നുള്ള ഈ അസർ പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നത് എന്തിനാണ്? ഇബ്നു അബി ഹാത്തിം ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ അസർ, അതിനെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന അസറാണ് ഈ രണ്ടാമത്തേത്.
അതുകൊണ്ടാണ് ഇതെടുത്തു കൊടുത്തത്. അപ്പൊ ഈ അസർ, രണ്ടാമത്തെ അസർ ഒന്നാമത്തെ അസറിനെ അതിനൊരു അടിസ്ഥാനം ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നു, അതിനെ ബലപ്പെടുത്തുന്നു. മാത്രവുമല്ല ഇബ്നു ബത്ത അദ്ദേഹത്തിന് അൽ ഇബാനയിൽ ഹുദൈഫയിൽ തന്നെ വേറൊരു സംഭവം കൊടുക്കുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള സംഭവം, ഇതേ ആശയമുള്ള. അതിൽ ഹുദൈഫ ഈ വ്യക്തിയുടെ കൈത്തണ്ടയിൽ നൂല് കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്തിനാണ്? അപ്പൊ മിൻ ഹുമ്മ എന്നാണ്, പനി കാരണത്താലാണ് എന്നാ പറയുന്നത്. പനി കാരണത്താൽ. ആദ്യത്തെ ഇബ്നു അബീ ഹാതിമിന്റെ അസറിൽ പറഞ്ഞത് അതാണ്, പനി കാരണത്താലാണ് കിട്ടിയത്. രണ്ടാമത്തെ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ട നൂലാണെന്നാ പറഞ്ഞത്. അവിടെ പനി എന്നില്ല, പക്ഷെ പനിക്ക് മന്ത്രിച്ച് നൽകപ്പെട്ട നൂല് എന്ന് അതിൽ ഏറെ ഒരു വിവരമുണ്ട്. അതിലുള്ളത് ഫഖാമ വഹുവ ഖദ്ബാൻ, ഹുദൈഫ റളിയല്ലാഹു അൻഹു രോഗിയുടെ അടുക്കൽ എഴുന്നേറ്റു. ഹുദൈഫ റളിയല്ലാഹു തആല അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എഴുന്നേറ്റത് എന്ന്. അപ്പൊ ഇബ്നു ബത്തയുടെ എന്ന ഞാൻ ആദ്യം പറഞ്ഞതല്ല, ഇബ്നു ബത്തയുടെ അൽ ഇബാനയിൽ കൊടുത്ത ഈ സംഭവവും അതേപോലെ തന്നെ ഇമാം ഖല്ലാൽ അദ്ദേഹത്തിന്റെ അസ്മയിൽ കൊടുത്ത സംഭവവും ഇബ്നു അബീ ഹാതിം ഹുദൈഫയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഈ അസറിനെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത സംഭവം അത് ഇന്നൊരു അടിസ്ഥാനമുണ്ട്, അതുകൊണ്ട് തെളിവെടുക്കാം, അത് സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനാണ് ബലമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയതായ ഈ അസർ, ഹുദൈഫയിൽ നിന്നുള്ള അസർ, അതും അറിയിക്കുന്നത് എന്താണ്? ഉപദ്രവം നീങ്ങുവാൻ, ദുരിതം മാറുവാൻ, അതേപോലെ പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുവാൻ നൂല് ബന്ധിക്കുക എന്നുള്ളത് ശിർക്കാണ്. അതിന് അറിയിക്കാനാണ് ഇത് ആ സംഭവം കൊടുത്തത്. കാരണം അതിൽ ഹുദൈഫ ഓതുന്നത് എന്താണ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അപ്പോ ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നൂല് ബന്ധിക്കുക, അതേപോലെ തന്നെ വളയങ്ങൾ ധരിക്കുക, ഇതൊക്കെ ശിർക്കിൽ പെട്ടതാണ്. പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടുവാനും അതേപോലെ തന്നെ ദുരിതങ്ങൾ തടുക്കപ്പെടുവാനും ഒക്കെ മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്യുന്നത് ശിർക്കിൽപ്പെട്ടതാണ് എന്നുള്ളതിനാണ് ഈ ആയത്തും ഈ അസറുകളും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം കൂടി ഉണർത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം കാര്യകാരണങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കുറെ അസ്ബാബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ അള്ളാഹു നിശ്ചയിക്കാത്ത കുറെ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ സംസം വെള്ളം, അത് രോഗശമനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു കാരണം, ശർഈയായി ഉള്ള ഒരു കാരണം. ഇതേപോലെ ഇപ്പൊ വൈദ്യശാസ്ത്രപരമായിട്ട് തെളിഞ്ഞ കുറെ മരുന്നുകൾ, രോഗശമനത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അത് ഖദരിയായിട്ട് ശർഈയായിട്ട് ഉള്ള സബബല്ലെങ്കിലും ഖദരിയായിട്ടുള്ള സബബാണ്. ആ ലോകത്ത് അറിയപ്പെട്ടതാണ്. ഇന്ന മരുന്ന് ഇന്ന രോഗത്തിനുള്ളതാണ്, അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗം അള്ളാഹുവിന്റെ ഇതിനാൽ ഭേദപ്പെടും എന്നുള്ളത്. അപ്പൊ ശർഈയായിട്ടുള്ള സബബുണ്ട്, ഖദരിയായിട്ടുള്ള സബബുണ്ട്. ഖദരിയായിട്ടുള്ള സബബിനെ അത് മഅഹൂദാണ്, അത് അറിയപ്പെട്ടതാണ്, അതന്നെ ആരും എതിർക്കൂല അല്ല എന്നുള്ളത്. ഇപ്പൊ ഫെവഡോൾ എന്ന് പറയുന്ന മരുന്ന് ഇന്ന രോഗത്തിനുള്ള മരുന്നാണ് എന്നുള്ളത് സർവാംഗീകൃതമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സബബുകളെ കുറിച്ച് പറയും ഖദരിയായ സബബ്. സംസം വെള്ളം, തേന്, അതുപോലെ അജ്മ, കാരക്ക തുടങ്ങിയതായ വസ്തുക്കൾ, അത് ശർഈയായിട്ട് നിശ്ചയിക്കപ്പെട്ട സബബുകളാണ്, കാരണങ്ങളാണ്. ഇങ്ങനെയുള്ള ശർഈയായ സബബുകളും ഖദരിയായ സബബുകളും ഉണ്ട്. ഇത്തരം സബബുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശർഈയായിട്ട് സ്ഥാപിതമായ സബബുകളും ഖദരിയായിട്ട് സ്ഥാപിതമായ സബബുകളും അത് പരിഗണിക്കപ്പെടണം.
കാരണങ്ങളിൽ സബബുകളിൽ ശർഈയായിട്ടോ ഖദരിയായിട്ടോ ഉള്ളതല്ലാത്തതിനെ പരിഗണിക്കാൻ പാടുള്ളതല്ല. ശർഈയായിട്ടും ഖദരിയായിട്ടും ഉള്ളതിനെ അല്ലാതെ സബബായിട്ട് പരിഗണിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഈ നൂല്, ഉറുക്ക്, ഏലസ് ഇതൊന്നും ശർഈയായിട്ട് സ്ഥാപിതല്ല എന്ന് മാത്രമല്ല ശർഈ എതിർത്ത സംഗതികളാണ്. ശർഈ ശിർക്കാണ് എന്ന് വിശേഷിപ്പിച്ചതായ കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ അതിനോട് അടുക്കാൻ പാടുള്ളതല്ല. പിന്നെ അത് ഖദരിയായിട്ടുള്ളതാണോ? ഒരിക്കലും ഖദരിയായിട്ടുള്ളതല്ല. സർവാംഗീകൃതമോ തെളിയിക്കപ്പെട്ടതായിട്ടുള്ളതായ സബബുകളല്ല. അപ്പൊ രണ്ട് നിലക്കും ഖദരിയായിട്ടും ശർഈയായിട്ടും പാടില്ലാത്ത സംഗതികളാണ് നൂലുകൾ, ഇത്തരം ക്ഷുദ്ര വസ്തുക്കൾ, വളയങ്ങൾ, അതേപോലെ തന്നെ കൂച്ചുകൾ, അതേപോലെ തന്നെ ഏലസുകൾ തുടങ്ങിയത്. ശർഈയായിട്ട് പ്രത്യേകം അത് വിലക്ക് വന്നതായ സബബുകളാണ്. ഖദരിയായിട്ട് അത് സർവാംഗീകൃതവും അല്ല. ആ ഭാഗം നോക്കേണ്ട കാര്യമില്ല, കാരണം ശർഈയായിട്ട് തന്നെ എതിരുള്ളത് കാരണം. അപ്പൊ സബബുകളുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി, ശർഈയായിട്ടും ഖദരിയായിട്ടും സ്ഥാപിതമായിട്ടുള്ളതായ സബബുകളെ മാത്രമാണ് നിശ്ചയിക്കപ്പെടേണ്ടത്, സ്വീകരിക്കപ്പെടേണ്ടത്. രണ്ടാമത്തെ സംഗതി സബബുകളുമായി മനസ്സിലാക്കേണ്ടത്, ഈ സബബുകളിൽ ഒരിക്കലും മനുഷ്യന്മാര് അവലംബിക്കാൻ പാടുള്ളതല്ല. ഒരിക്കലും മനുഷ്യന്മാര് സംസം വെള്ളത്തിൽ ഹൃദയം ബന്ധിപ്പിക്കുവാനും അതിൽ അവലംബിക്കാനും പാടുള്ളതല്ല. അജ്വയിൽ മാത്രം അവലംബിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ തേനിൽ മാത്രം അവലംബിക്കാൻ പാടുള്ളതല്ല. ഇനി ഖദരിയായിട്ട് സ്ഥിരപ്പെട്ടതായ സബബുകൾ, മരുന്നുകൾ പോലുള്ള അനുവദനീയമായ ഉപകാരപ്രദമായ മരുന്നുകൾ, ഇതിൽ മനുഷ്യന്മാരെ അവലംബിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പിന്നെയോ ഈ സബബുകളെ നിശ്ചയിച്ച അല്ലാഹുവിലാണ് മനുഷ്യന്മാരെ അവലംബിക്കേണ്ടത്. അപ്പൊ സബബുകൾ നിശ്ചയിക്കപ്പെട്ടത്, അതിനോട് മനുഷ്യന്മാർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതിന്മേൽ അവലംബിക്കാൻ പാടുള്ളതല്ല. ആ സബബുകളെ ഖദറാക്കിയ ശറഅാക്കിയ അള്ളാഹുവിന്മേലാണ് മനുഷ്യന്മാർ അവലംബിക്കേണ്ടത്. അത് രണ്ടാമത്തെ തത്വം. മൂന്നാമത്തേത്, സബബുകൾ എത്ര മഹത്തരമായാലും എത്ര അധികമായാലും, ശർഈയായിട്ടുള്ള സബബുകളാകട്ടെ ഖദരിയായിട്ടുള്ള സബബുകളാകട്ടെ, അതെത്ര മഹത്തരമായാലും എത്ര വലിയതായാലും അവയെല്ലാം അള്ളാഹുവിന്റെ ഖദാ ഖദറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അവയിലെല്ലാം കൈകാര്യകർത്തൃത്വം അള്ളാഹുവിനാണ്. അവന്റെ ഉദ്ദേശമനുസരിച്ചാണ് അതിലെല്ലാ തസറുഫാത്തുകളും. അള്ളാഹുവിന്റെ വിധികൾക്ക്, തീരുമാനത്തിന്, നിശ്ചയത്തിന്, ഖദാഇന്, ഖദറിന് അവ അധീനമാണ്. അള്ളാഹുവിന്റെ ഖദറിനും ഖദാഇനും അനുസരിച്ച് മാത്രമാണ് ഈ സബബുകൾ, അവ ശർഈയായാലും അവ ഖദരിയായാലും. ഈ മൂന്ന് അടിസ്ഥാനങ്ങളെ സബബുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ അധ്യായം സബബുകളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതായത് ശർഅ് നിശ്ചയിച്ചിട്ടില്ലാത്ത, ഖദറിൽ അംഗീകൃതമല്ലാത്ത, ശർഅയിൽ ശിർക്കാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായ നൂലുകൾ, അതേപോലെ തന്നെ ഇത്തരം വളയങ്ങൾ, അതേപോലെ തന്നെ ഏലസുകൾ തുടങ്ങിയവയെ ഉപദ്രവം നീക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടി ആളുകൾ സമീപിക്കുന്നതിനെ കുറിച്ചാണ് ഈ അധ്യായം. അതുകൊണ്ട് തന്നെ സബബുകളുമായി ഈ അധ്യായത്തിന് ബന്ധമുള്ളത് കൊണ്ടാണ് സബബുകളുടെ വിഷയത്തിൽ ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. ഏതായാലും ശിർക്കൻ, ക്ഷുദ്ര വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ളതായ ഗൗരവമേറിയതായ ചില അസറുകളാണ് ഈ അധ്യായത്തിൽ, തെളിവുകളാണ് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കുകയുണ്ടായത്. അത്തരം വസ്തുക്കൾ കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഏറെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതൊരു മുസ്ലിം ഭവനത്തിലേക്ക് കയറിയാലും അള്ളാഹു ഹിദായത്ത് നിശ്ചയിച്ചവരൊഴികെ അവിടങ്ങളിലെല്ലാം ഇത്തരം വസ്തുക്കളുടെ അരങ്ങേറ്റം കാണുവാൻ സാധിക്കും. പല മുസ്ലിമീങ്ങളും ഈ ഷിർക്കിന്റെ പിടുത്തത്തിലാണുള്ളത് എന്നുള്ളത് ഒരു നേരായ വസ്തുതയാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സത്യദീനിൽ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.